ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 285 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 285 മരണം. മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 285 എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എങ്ങനെയാണ് നമുക്കത് താങ്ങാൻ കഴിയുകയെന്നറിയില്ല. ഈ നാട് എന്ന് പുനർനിർമ്മിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. വല്ലാത്ത കാഴ്ചകളാണ്, വല്ലാത്ത കാഴ്ചകളാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത മനുഷ്യൻ്റെ ഇടയിലേക്കാണ് ദുരന്തം വലിയ രീതിയിൽ പാഞ്ഞെത്തി അവരുടെ സർവ്വവും നഷ്ടപ്പെടുത്തിയത്. 4 പ്രദേശങ്ങൾ അപ്പാടെ അനാഥമായി. ഒന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, അത് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. രണ്ടാമത്തത് ഇതിൻ്റെ അടിവാരത്തിലുള്ള ചൂരൽമല അങ്ങാടിയൊക്കെ 6 കിലോമീറ്റർ അകലെയായിരുന്നു. ഈ പ്രദേശത്തു നിന്ന് ഒരിക്കലും കല്ലും മണ്ണും അങ്ങോട്ട് തെറിച്ചു വരുന്നത് അവർ ആലോചിച്ചിട്ട് പോലുമില്ല. അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, ഒരു അമ്പലമുണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യർ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചൊരു നാട് മാത്രമല്ല, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിരുന്നു ഈ ചൂരൽ മല എന്ന് പറയുന്ന പ്രദേശം.